ഹലോ. സമാധാനം ഒരു പുഞ്ചിരിയിൽ തുടങ്ങണമെന്ന് മദർ തെരേസ പറഞ്ഞത് വെറുതെ അല്ല. ജയ്സൽമീറിൽ വന്നാൽ നമുക്കത് മനസ്സിലാവും. അതിരും വരമ്പും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ടീംസിനെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. ഓരെ പോലത്തോർക്ക് ജയ്സൽമീറിലെ ആൾക്കാർ ശരിക്കും അത്ഭുതമായി തോന്നും. ഉറപ്പാ. എന്താ വെച്ചാല് സ്വന്തം പറയാൻ ഒരു രേഖയില്ലാതെ എടുത്ത ആൾക്കാർ കുറെ കാലമായിട്ട് ഈ ഫോർട്ടിൽ സ്വന്തം പോലെ ജീവിക്കുന്നത്. അന്നത്തെ രാജാവ് റവാൽ ജയ്സൽ ഇവരുടെയൊക്കെ കാരണവന്മാർക്ക് ദാനായി കൊടുത്ത ഇടത്തിലാണ് ഇവരിപ്പോഴും ജീവിക്കുന്നത്. രേഖകളും അതിരുകളും ഉണ്ടായിട്ട് പോലും അപ്പുറത്തോന്റെ അതിര് മാന്താൻ പോണ ടീംസിന് ഇവർ ശരിക്കും ഒരു പാഠം തന്നെയാണ്. അതിർത്തി തോക്കും പിടിച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ ലോക സമാധാനത്തിനെ കുറിച്ച് പ്രസംഗിക്കലെന്ന് ഓർക്കുമ്പോൾ മനുഷ്യന്മാർക്ക് ഇങ്ങനെയും സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. അതിന്റെ ഒപ്പം തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊന്ന് ഇവിടുത്തെ ആർട്ട് കൾച്ചറാണ്. എവിടെ തിരിഞ്ഞാലും കളർഫുൾ കാഴ്ചകൾ, കണ്ണും മനസ്സും ഒരേപോലെ നിറയ്ക്കുന്ന കാഴ്ചകൾ. എവിടെ നോക്കിയാലും നമ്മളോട് ചിരിച്ചു കൂട്ടുകൂടുന്ന ആൾക്കാർ. രണ്ടു നേരം ആ ഫോർട്ടിന്റെ ഉള്ളിൽ കൂടെ ആണ്ടൂട് നടന്നപ്പോഴേക്ക് തന്നെ ആടെ നമ്മുടെ നാടിന്റെ പോലത്തെ ഒരു ഫീലായി മാറിയിട്ടുണ്ടായിരുന്നു. അതന്നെയാണ് എനിക്ക് ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി തോന്നിയത്. പിന്നെയും അങ്ങോട്ടേക്ക് ഓടി ചെല്ലണമെന്ന് തോന്നിപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ നാടിനുണ്ട്.